UDF NDA വാദങ്ങൾക്കുള്ള മറുപടി? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെന്ന് ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ലല്ലോ. ജനവിധി അംഗീകരിക്കുന്നെന്നാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഞങ്ങൾ പരാജയപ്പെടാൻ ഇടയായ അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച വോട്ട് ലഭ്യമായിട്ടില്ല എന്നത് എവിടുന്ന് എങ്ങനെ ഞങ്ങളത് കണ്ടെത്തി പരിശോധിച്ച് തിരുത്തുമെന്നല്ലേ ആദ്യം തന്നെ പറഞ്ഞത്. പിന്നെ ഞങ്ങളങ്ങ് തകർന്ന് അടിഞ്ഞു പോയെന്നുള്ളതിലേക്ക് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അങ്ങനെ ഒന്നും തകർന്നിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ ചോർച്ച സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കുക അല്ലെങ്കിൽ അത് കൃത്യമായി അവതരിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമല്ലേ എനിക്കുള്ളത്. ആ ഉത്തരവാദിത്വമാണ്. ഞാൻ ചോദിക്കട്ടെ, BJPയുടെ പ്രതിനിധി ഇപ്പോഴും പറഞ്ഞപ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ട് കിട്ടി, അങ്ങനെ ഇവരെന്തിനാണ് ഈ 4-4.25 വർഷക്കാലം ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ഭരിക്കുന്ന പാർട്ടിയല്ലേ, ഇവരിവിടെ വലിയ തോതിൽ പ്രഖ്യാപിച്ചതല്ലേ, ഇവർക്ക് എന്താ സംഭവിച്ചത്? 2016 തിരഞ്ഞെടുപ്പിൽ BJP ഈ മണ്ഡലത്തിൽ പിടിച്ച വോട്ടെന്ന് പറയുന്നത് 2016 BJPക്ക് അന്ന് നേടാൻ കഴിഞ്ഞത് 12,284 വോട്ടാ. അപ്പോൾ BJP എങ്ങോട്ടാണ് വളരുന്നത്? പിന്നെ BJP എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ വോട്ട് ഏത് കാലത്തും കോൺഗ്രസ്സിന് കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് അതിനു വേണ്ടിയുള്ള വഴികൾ അവർ കൃത്യമായി സൃഷ്ടിക്കും. അതിന് കിട്ടിയ പാലമാണ്, ഏണിയാണ് ഇത്തവണത്തെ മോഹൻ ജോർജ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പത്തെ ദിവസം സ്ഥാനാർത്ഥി തന്നെ പറയാനിടയായിട്ടുള്ള കാര്യം. അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ UDFൻ്റെ അവകാശവാദത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോഴും വിട്ടാതെ പോയൊരു കാര്യമുണ്ടല്ലോ. ഞങ്ങൾക്ക് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ 4 വർഷത്തിന് മുമ്പ് നടന്ന അസംബ്ലി ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ തന്നെ DCC പ്രസിഡന്റ് മത്സരിച്ച, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച, തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് അവർക്ക് ഞങ്ങളുടെ ഗവൺമെൻറ്റിനെതിരായി വലിയ ജനവികാരമാണെങ്കിൽ അവർക്ക് അവരുടെ വോട്ട് വർദ്ധിക്കണ്ടേ? അവരുടെ വോട്ട് 1000 വോട്ട് അടുത്ത് കുറയല്ലേ ഉണ്ടായത്? 1% മുകളിൽ വോട്ട് അവർക്ക് കുറയല്ലേ ഉണ്ടായത്? അപ്പോൾ ഞങ്ങളുടെ സർക്കാരിനെതിരായി, LDF സർക്കാരിനെതിരായി വലിയ ജനവികാരമാണെങ്കിൽ എന്തേ അത് UDFൻ്റെ വോട്ടായി വന്നില്ല എന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ജനവികാരമൊന്നുമില്ല, LDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരമില്ല. അവിടെ വർഗീയമായി കിട്ടിയിട്ടുള്ള പ്ലസ് വോട്ടുകൾ, ആ വോട്ടുകൾ കോൺഗ്രസ്സിന് മുതൽക്കൂട്ടായി. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ അനുഭാവികൾ എന്നുള്ള നിലയിൽ സ്വതന്ത്രനായി മത്സരിച്ച സ്ഥാനാർത്ഥി കൊണ്ടുവന്ന ആ വോട്ടിനകത്ത് വന്ന കുറവ്, ആ കുറവിനകത്ത് ഞങ്ങൾ കൃത്യമായി തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം പിടിക്കുന്ന വോട്ടിനെ ആശ്രയിച്ച് 9 വർഷക്കാലം MLA ആയി പ്രവർത്തിച്ച ഒരു വ്യക്തി സ്വാഭാവികമായി ജനപ്രതിനിധിയാണ്. LDF ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളാകെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് ആ MLA ആയിരിക്കുമല്ലോ. ന്യായമായി ജനങ്ങൾക്ക് ആ MLAയോട് ഒരു താല്പര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായ സന്ദർഭത്തിൽ അദ്ദേഹം 2016 മത്സരിക്കുമ്പോൾ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ, 5 വർഷത്തെ പ്രവർത്തന ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്നിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരല്ലാതെ ഞങ്ങൾക്ക് എവിടെയാണ്, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് എവിടെയാണ് 45% വോട്ട്? രാഷ്ട്രീയ ബലാബലത്തിൽ മാറ്റം വന്നപ്പോൾ നമ്മൾ 65 മണ്ഡലം 75 മണ്ഡലമായിട്ടല്ലല്ലോ ഇതിനെ ചിത്രീകരിക്കേണ്ടത്. ഇതിനെ പുതിയ ഡീലിമിറ്റേഷനൊക്കെ വന്ന് ഇന്നത്തെ നിലമ്പൂർ വന്നതിന് ശേഷം ഞങ്ങൾക്കിവിടെ 45% വോട്ടേ ഇല്ല. ഞങ്ങൾ ഈ സ്വതന്ത്രൻ വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ 43% വോട്ട്, ഞങ്ങൾക്ക് അന്ന് 43.48% വോട്ട് നേടാൻ കഴിഞ്ഞത്. 2021 ഞങ്ങൾക്ക് 45.43% വോട്ട് നേടാൻ കഴിഞ്ഞത്. ആ വോട്ടിനകത്ത് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു ഞങ്ങളത് മാത്രമല്ല, ഞങ്ങളത് മാത്രമാണെങ്കിൽ ഞങ്ങളെന്തിനാണ് സ്വതന്ത്രം നിർത്തുന്നത്? ഞങ്ങൾക്ക് അങ്ങ് മത്സരിച്ചാൽ പോരെ. ഞങ്ങൾ മത്സരിക്കാൻ എന്തുകൊണ്ടാണ്? ഞങ്ങൾ നേരിട്ട് മത്സരിച്ചാൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ആ ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അത്തരം ഒരു പരീക്ഷണത്തിന് മുതിർന്നില്ലല്ലോ. ഇതിനൊരു രാഷ്ട്രീയ പോരായി മാറ്റുകയാണല്ലോ LDFും CPIയും ചെയ്തത്. ശ്രീ PP ചിത്തരഞ്ജൻ, ഞങ്ങൾ അതുകൊണ്ടാണ് ചെയ്തത്. ഞങ്ങൾ വളരെ കൃത്യമായി ഞങ്ങളുടെ കണക്കൂട്ടൽ ശരിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് തന്നെ മത്സരിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറയിൽ ഒരു കോട്ടവും സംഭവിക്കാത്ത നിലയിൽ മുന്നോട്ട് പോകണം. PP ചിത്തരഞ്ജൻ, ആ വാദത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ജയിക്കാൻ വേണ്ടി അല്ല അവിടെ LDF മത്സരിച്ചത്, മറിച്ച് ഈ രാഷ്ട്രീയ വോട്ടുകൾ നേടാൻ വേണ്ടി മാത്രമുള്ള ഒരു മത്സരം എന്ന് താങ്കൾ തന്നെ പറയുകയാണോ? അല്ല, രാഷ്ട്രീയ വോട്ടിൽ ചോർച്ച വന്നുകൂടാ. ഞങ്ങൾക്ക് ജയിക്കുകയും ചെയ്യണം. ഞങ്ങൾ ജയിക്കാനാണല്ലോ, ഏത് സ്ഥാനാർത്ഥിയും മത്സരിക്കണം ജയിക്കാനല്ലേ.
NDA ജയിക്കുമെന്നല്ലേ പറഞ്ഞത്, അൻവർ ജയിക്കുമെന്നാണ് പറഞ്ഞത്, ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നാണ് പറഞ്ഞത്, സ്വരാജ് ജയിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മത്സരിക്കുന്നവരാരെങ്കിലും തോക്കുമെന്ന് പറയുമോ? ഞങ്ങൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിച്ചത്. സഖാവ് സ്വരാജ് ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് എന്താ, ഞങ്ങളുടെ അടിത്തറ മുഴുവൻ തകർന്നെല്ലാം ഇവിടെ ഒഴിച്ചു പോയിരിക്കുന്നു എന്ന നിലയിൽ പറയുന്നതിനകത്ത് അർത്ഥമില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഞങ്ങളുടെക്കെതിരായിട്ടുള്ള ശക്തമായ വികാരമാണെങ്കിൽ UDFിൻ്റെ വോട്ട് ഒരു 90,000 ഒക്കെ എത്തിയിരുന്നെങ്കിൽ ശരിയാണ്, LDFന് എതിരായ വലിയ കുത്തൊഴുക്കാണെന്ന് പറയാം. പക്ഷേ UDFന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകാശം പിടിച്ച വോട്ട് പോലും ഇത്തവണ ഈ എല്ലാ സംവിധാനവും സജ്ജമാക്കി ഈ ചേർക്കാൻ കഴിയുന്നവരെ ചേർക്കാൻ പറ്റാത്തവരെ എല്ലാം കൂട്ടിച്ചേർത്ത് എല്ലാം കൂടെ മത്സരിച്ചിട്ടും അവർക്ക് 1000-ൽ താഴെ വോട്ട് കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് എതിരായ വലിയ ജനവികാരമൊന്നുമില്ല. എന്നാൽ ഞങ്ങൾ ഏതെങ്കിലും തിരുത്തേണ്ടതുണ്ടോ, ഞങ്ങൾ ഏതെങ്കിലും സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അതെല്ലാം ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ഞങ്ങൾ കൂടുതൽ വിജയത്തിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്.